സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്നതിനാൽ ജനങ്ങൾക്ക് ആശങ്ക ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് മഴയെക്കുറിച്ചുള്ള ആശ്വാസകരമായ പ്രവചനവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിലുള്ള ചൂടവസ്ഥയ്ക്ക് കുറച്ചെങ്കിലും ശമനം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏപ്രിൽ 28 മുതൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ വേനൽമഴ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത നിർബന്ധമാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. മഴ ആരംഭിക്കുന്നതോടെ തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ താപനിലയിൽ ക്രമാതീതമായ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മെയ് മാസത്തിന്റെ ആദ്യത്തോടെ കൂടുതൽ വ്യാപകമായി വേനൽമഴ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതിനൊപ്പം അടുത്ത മണിക്കൂറുകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് അറിയിപ്പ്. ചെറിയ തോതിലുള്ള മഴയായിരിക്കുമെങ്കിലും ഇടിമിന്നലോടുകൂടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുറത്ത് സഞ്ചരിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇപ്പോഴും ഉയർന്ന താപനില തുടരുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലും ഉയർന്ന ചൂടിനോടൊപ്പം കൂടിയ അന്തരീക്ഷ ആർദ്രതയും ചേർന്നതോടെ ഹീറ്റ് ഇൻഡെക്സ് വളരെ ഉയർന്ന നിലയിലാണ്. ഇതുവഴി അനുഭവപ്പെടുന്ന അത്യുഷ്ണ സാഹചര്യം മനുഷ്യരുടെ ആരോഗ്യത്തെ ഗൗരവമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പാലിക്കണമെന്നും കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ താപനില ഉയർന്ന നിലയിൽ തുടരുന്നത് സാധാരണ സാഹചര്യമായി കാണാതെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ടെന്നും അധികൃതർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രതയും ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലാണ്. തുടർച്ചയായി കൂടുതൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപം, ചർമ്മ സംബന്ധമായ രോഗങ്ങൾ, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ, ക്ഷീണം, തലവേദന, ഡീഹൈഡ്രേഷൻ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. പ്രത്യേകിച്ച് പകൽ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന നിലയിലാണ് രേഖപ്പെടുത്തുന്നത്. അതിനാൽ ഈ സമയങ്ങളിൽ അനാവശ്യമായി പുറത്തു ചെലവഴിക്കുന്ന സമയം പരമാവധി കുറയ്ക്കേണ്ടതാണ്. പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ, കൃഷി തൊഴിലാളികൾ, നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കടലിലും ഉൾനാടൻ ജലാശയങ്ങളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ തുടങ്ങി തുറസായ സ്ഥലങ്ങളിൽ കൂടുതലായി സമയം ചെലവഴിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. കൂടാതെ ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബിനിസം ഉള്ളവർ, കണ്ണുരോഗങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ, വയോധികർ, കുട്ടികൾ തുടങ്ങിയവർ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആഘാതത്തിന് കൂടുതൽ ഇരയാകാനുള്ള സാധ്യതയുള്ള വിഭാഗങ്ങളാണ്. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് വളരെ സഹായകരമാണ്. കൂടാതെ ശരീരം പൂർണ്ണമായും മറയ്ക്കുന്ന ലളിതമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. പര്യാപ്തമായ വെള്ളം കുടിക്കുന്നതും നിർജ്ജലീകരണം ഒഴിവാക്കാൻ അനിവാര്യമാണ്. ഇലക്ട്രോലൈറ്റ് പാനീയങ്ങളും പഴച്ചാറുകളും ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. മലമ്പ്രദേശങ്ങൾ, കടൽ തീര പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ മേഖലകൾ എന്നിവിടങ്ങളിൽ സാധാരണയായി അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. മേഘാവൃതമായ ആകാശമുണ്ടെങ്കിലും അൾട്രാവയലറ്റ് കിരണങ്ങൾ കുറഞ്ഞു പോകുമെന്ന ധാരണ തെറ്റാണ്. പലപ്പോഴും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശത്തിലും ഈ കിരണങ്ങളുടെ തീവ്രത കൂടുതലായിരിക്കും. കൂടാതെ ജലാശയങ്ങൾ, മണൽ പ്രദേശങ്ങൾ, കോൺക്രീറ്റ് ഉപരിതലങ്ങൾ എന്നിവ അൾട്രാവയലറ്റ് കിരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാകുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുകയും ആരോഗ്യപരമായ മുൻകരുതലുകൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുത്ത് പ്രവർത്തിച്ചാൽ ചൂട് മൂലമുള്ള അപകടങ്ങൾ വലിയ തോതിൽ ഒഴിവാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.